morning devotion. I'm forever yours. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവജനത്തിൽ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്, ഞാൻ നിന്റെ പരിചയം. അബ്രഹാമിന്റെ മറുപടി, കർത്താവേ, എനിക്ക് നീ ഒന്നും തന്നിട്ടില്ല, മക്കളെ തന്നിട്ടില്ല. എന്റെ വീട്ടിൽ ജനിച്ചവനായ എലയാസർ എന്നെ അവകാശിയാകുന്നു എന്നാണ് 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. കർത്താവ് പറയുക, ഇല്ല, അവനാകത്തില്ല. കർത്താവ് പറയുക, ആകത്തില്ല. അബ്രഹാം പറഞ്ഞു, ആകുന്നു. കർത്താവ് പറഞ്ഞില്ല, ആകത്തില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാഴ്ചയല്ല ചില കാര്യങ്ങളെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ പറയും, ഞാൻ ഇങ്ങനെ ആയിപ്പോയി, എന്റെ കുഞ്ഞുങ്ങളെ തകർന്നു പോയി, എന്റെ കുടുംബം തീർന്നു പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഈ സാഹചര്യം ഇനി കയറി വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ, നാം കേട്ട കഥകൾ, ചുറ്റുപാടുകൾ, നമ്മുടെ സ്നേഹിതന്മാർ, നമ്മുടെ അനുഭവങ്ങൾ, ഇതെല്ലാം കോർത്തിണക്കിയിട്ട് നമ്മൾ പറയും, കഴിഞ്ഞു, തീർന്നു. നമ്മള് ചില മേഖലകൾ ഒരു കൺക്ലൂഷനിലെത്തും. നിങ്ങളുടെ അകത്തൊരു തിരിച്ചറിവുണ്ടാകണം, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ്, നിങ്ങളുടെ വിളി വ്യത്യാസമായതാണ്. ഹല്ലേലൂയ. അവർക്ക് സംഭവിച്ചതുപോലല്ല നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സംഭവിക്കുന്നത് വ്യത്യാസമായ നിലയിലായിരിക്കും, പക്ഷെ അവർ പ്രാപിച്ചതിനേക്കാളും മെച്ചമായത് നിങ്ങൾ പ്രാപിക്കും. 38 വർഷം കുളക്കര കിടന്നവൻ എല്ലാവരും സൗഖ്യമായതുപോലല്ല സൗഖ്യമായത്, വ്യത്യാസമായ നിലയിലായിരുന്നു, പക്ഷെ അവൻ സൗഖ്യമായി. പിറവിയിലെ കുരുടനായവൻ എല്ലാവരും സൗഖ്യമായതുപോലെ എല്ലാം സൗഖ്യം പ്രാപിച്ചത്. അവന്റെ കണ്ണിൽ ചേറ് പൂശി അങ്ങനെ ഒരു സൗഖ്യം വന്നാണ്, പക്ഷെ അവൻ സൗഖ്യമായി. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, മറ്റുള്ളവരുടെ ജീവിതത്തിലെ അനുഭവവും നിങ്ങളുടെ കഴിഞ്ഞ നാളുകളെ അനുഭവവും ഒക്കെ ചേർത്തിണക്കി ഇന്നത്തെ നിങ്ങളുടെ ജീവിത അനുഭവത്തെ, ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾ തോൽവിയും ശാപവും പരാജയവും തകർച്ചയുമായി കണ്ട് നിങ്ങളെ തന്നെ മോശക്കാരായി ചിന്തിച്ച് നിങ്ങൾ നിരാശപ്പെട്ട് തകർന്ന് പിന്മാറി ഭയത്തിന് അടിമപ്പെട്ട് പോകരുത്. നിങ്ങളകത്തൊരു ബോധ്യം ഉണ്ടാകട്ടെ, എന്റെ അഭിഷേകം വ്യത്യാസമാണ്, എന്റെ മേൽ കിടക്കുന്ന വിളി വേറെയാണ്, എന്റെ മേൽ കിടക്കുന്ന അഭിഷേകം വ്യത്യാസമായത്. നിങ്ങളുടെ അകത്ത് ആ തിരിച്ചറിവോടെ നിങ്ങൾ കാര്യങ്ങളെ കാണുമ്പോൾ, അതെ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിനകത്ത് മറ്റുള്ളവരെക്കാൾ നിങ്ങൾ വ്യത്യസ്തരാണെന്ന് തിരിച്ചറിയാനിടയാകും. നിങ്ങൾ വ്യത്യാസരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, അതേ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, നിങ്ങൾ നിശ്ചയമായി മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് നടന്ന പോലെ അല്ല നിങ്ങളുടെ അത്ഭുതം നടക്കാൻ പോകുന്നത്, പക്ഷെ നിങ്ങൾ അത്ഭുതം പ്രാപിക്കും നിശ്ചയമായും. ഗാഡ് ബ്ലെസ് യു.